കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ കൺട്രോളേ ചെയ്യുള്ളൂ, ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നിർത്തൂല. ഏറ്റവും ഹൈ ക്വാളിറ്റി നമ്മളെ ശരീരത്തിലേക്ക് ചെയ്യുന്നതാണ് ഫോറിൻ ബോഡിയാണ്. ഇതിൽ റിക്കവർ ആവുന്നുണ്ടോ നോക്കി, റിക്കവറി ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും നമ്മൾ ഗ്രോ ചെയ്യില്ല. ഡയറ്റിൽ തന്നെയാണ് ഞാൻ എൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതും. ഞാൻ 7 ലിറ്റർ വരെ വെള്ളം ഞാൻ കോമ്പറ്റീഷൻ്റെ അന്ന് കുടിച്ചിട്ടുണ്ട്. നമുക്ക് ഫാർമ ഗ്രേഡ് ഡ്രഗ്സ് തന്നെയാണ് സസ്റ്റനോൺ. എല്ലാം 2006 എനിക്കൊരു സ്പെഷ്യൽ ലുക്കായിരുന്നു. ഭയങ്കര ചേഞ്ച്. ഇപ്പോൾ ഓരോ സൈറ്റ് വൈസ് ഇഞ്ചെക്ഷൻസ് വരെ ഉണ്ട് അല്ലേ. വെൽക്കം ടു എപ്പിസോഡ് 2. ഞാൻ കുറച്ചും കൂടി സീക്രറ്റിലോട്ട് കിടക്കുന്നതാണ്. കാരണം ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു സീക്രറ്റ് ഉണ്ടല്ലോ. 2006 മത്സരിച്ചപ്പോൾ കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാനന്ന് നല്ല മെഡിസിൻസ് ഉപയോഗിച്ചിരുന്നു എന്ന്. എനിക്ക് തോന്നുന്നു നമ്മളെ ഈ കോൺവെർസേഷനിൽ ആൾക്കാർ കേൾക്കാൻ, അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ, സുമേഷ് റാവു 2006 കഴിഞ്ഞ് 2022 കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ എന്തെല്ലാം മെഡിസിൻസ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് ചെയ്തിരുന്നത്, ഡയറ്റ് എന്തായിരുന്നു എന്നൊക്കെ കേൾക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാം. പറയാൻ ബുദ്ധിമുട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ഒരു ബുദ്ധിമുട്ടില്ല. ഇത് ഞാൻ പേഴ്സണലി ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച ഒരു സംഭവമായിരുന്നു ഈ മെഡിസിൻസിനെ കുറിച്ചിട്ടും നമ്മളെ ട്രെയിനിങ് സ്റ്റൈലും ഇതെല്ലാം. പക്ഷേ ഇന്ന് വരെ ഞാൻ കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആരും ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ധൈര്യം ആർക്കും ഇല്ല. പക്ഷെ നമ്മളതിനെക്കൊണ്ട് നമുക്ക് എന്തും സംസാരിക്കാമെന്നുള്ള ആ ഒരു ഇത് പറഞ്ഞതിനെ കൊണ്ടാണ് ഞാൻ ഇതെന്തും ഓക്കെയാണ്, ഞാൻ സംസാരിക്കാനും ഓക്കെയാണ്, ഞാൻ ചെയ്ത കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാനോ ഓക്കെ. പക്ഷേ ഇത് പറഞ്ഞ മാതിരി ആരും ഇത് കേട്ടിട്ട് കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാണ്ട് ഇങ്ങനത്തെ സംഗതികൾ യൂസ് ചെയ്യാനോ പാടില്ല. അതാണ് ഇത് സുമേഷ് റാവുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളിത് കേട്ടിട്ട് ആരും ഇത് ഉപയോഗിക്കാതെ നമ്മളിവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല സത്യത്തിൽ, അല്ലേ? അതെ. ഇപ്പോൾ 2004 ഞാൻ ശരിക്കും പ്രൊഫഷണലി ബോഡി ബിൽഡിങ് തൃശ്ശൂർ പോയിട്ട് ബഷീർ ഖാൻ അണ്ടറിൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരെ ഞാൻ എൻഹാൻസ്ഡ് അല്ല, ഞാൻ നാച്ചുറൽ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത് അവൈലബിലിറ്റി ഇല്ല. കാലത്ത് നമുക്ക് ആകപ്പാടുള്ളത്, ഞാൻ തൃശ്ശൂരിലെത്തിയപ്പോഴാണ് എനിക്ക് ഈ എന്താണ് സംഭവങ്ങൾ, എന്താണ് ഇതിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണലി നമുക്ക് സ്റ്റേജിൽ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടുള്ളൂ എന്നുള്ള. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ആകെ ഒരു ഡെക്കാഡ്യൂറബോളിൻ, പിന്നെ ന്യൂറാബോൾ, മെനാബോൾ, അങ്ങനത്തെ കുറഞ്ഞ നമുക്ക് ഫാർമ ഗ്രേഡ് ഡ്രഗ്സ് തന്നെയാണ് സസ്റ്റനോൺ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അതൊക്കെ ചെറിയ ലൈറ്റ് ഡോസ് അതിൽ ചെയ്തു തുടങ്ങി. പിന്നെ 2006 എത്തിയപ്പോഴത്തേക്കാണ് ഒരു സ്റ്റെനാസോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ആദ്യമായിട്ടൊരു സ്റ്റെനാസോൾ എന്ന് പറയുന്നത് അത് എന്തിനു ചെയ്യാണ്, എന്താണെന്നൊന്നും നമുക്ക് അന്ന് പറഞ്ഞു തരാൻ ആരുമില്ല. നമുക്ക് അന്ന് ബഷീർക്ക പറയും, നമ്മൾ ചെയ്യുക, നമുക്കറിയാം, കട്ടിങ് അറിയാം. അതാണ്. അപ്പോൾ അതൊരു നല്ല ഷാർപ്പാവും, മസ്കുലറാവും എന്നുള്ള രീതിയിൽ ആ ഒരു ഈ ഡെക്കാൻ്റെയും ഇതിൻ്റെയും കൂടെ ഇതും കൂടെ ആഡ് ചെയ്ത് അങ്ങനെ ആഡ് ചെയ്ത് അത് ചെയ്ത കൊല്ലം 2006 എനിക്കൊരു സ്പെഷ്യൽ ലുക്കായിരുന്നു. ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അപ്പോൾ അതായിരുന്നു അന്നത്തെ ഒരു ടോപ്പ് മെഡിസിൻസും ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അധികം നമുക്ക് മെഷീനറി ഭയങ്കര കുറവല്ലേ, നമ്മൾ അധികം കോമ്പൗണ്ട് എക്സസൈസസ് ആണ്. അക്കാലത്ത് നമ്മൾ ബാറും ഡമ്പലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട്സ് ആയിരുന്നു അന്ന്. ഇന്നത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പെപ്റ്റൈഡ്സിലേക്ക് മാറി മൊത്തം, അല്ലേ? ഇന്ന് പെപ്റ്റൈഡ്സിലേക്ക് മാറി. ഇന്ന് നമുക്ക് ഓരോ ഇതിനും ഇപ്പോൾ ഓരോ സൈറ്റ് വൈസ് ഇഞ്ചെക്ഷൻസ് വരെ ഉണ്ട്, അല്ലേ? അപ്പോൾ ഓരോ സ്ഥലത്ത് നമുക്ക് വീക്കായിട്ട് തോന്നുന്ന സ്ഥലത്ത് നമുക്ക് ഇന്ന സൈറ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന ഇഞ്ചെക്ഷൻസ് വരെ ഉണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി അങ്ങനത്തെ ഈ സൈറ്റ് ഇഞ്ചെക്ഷൻസ് ഞാൻ യൂസ് ചെയ്യലില്ല സത്യം. പിന്നെ അതുപോലെ ഇപ്പോഴായാലും ഇപ്പോൾ കുറേ സ്പ്ലിറ്റായി മെഡിസിൻസ് തന്നെ. ഇപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പണ്ട് കിട്ടുന്ന സസ്റ്ററോൺ എന്ന് പറയുന്ന സാധനമായിരുന്നു. ഇന്നിപ്പോൾ ഒരു എനാന്തേറ്റ് വേറെ, നമ്മളെ പ്രൊപ്പണേറ്റ് വേറെ, ഇത് വേറെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം സ്പ്ലിറ്റായി. ഓരോന്നും ഓഫ് സീസണിൽ വേറെ, സീസൺ ടൈമിൽ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് പലതും സ്പ്ലിറ്റായിട്ടാണ് ഇപ്പോൾ ഇന്ന് മെഡിസിൻസ് തന്നെ. നമുക്ക് അതും അത്രയും അവൈലബിൾ ആണ്, ഇഷ്ടം പോലെ കമ്പനി. ആരെന്ത് ചോദിച്ചാലും നമ്മളെക്കാട്ടി അറിയും ചിലപ്പോൾ ഒരു സബ് ജൂനിയർ ബോഡി ബിൽഡർ ഏതൊക്കെ മെഡിസിൻ എവിടെ നിന്ന് കിട്ടാണ്ടെന്നുള്ളത്. അപ്പോൾ ഓവർഡോസ് എന്തായാലും ഞാൻ പോകാറില്ല. പിന്നെ അതൊന്നും ഇത് ചെയ്തതിനെ കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു സംഭവമല്ല.
മസിൽസ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങും നമ്മളെ ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫുഡും ട്രെയിനിങ്ങും ഇല്ലാണ്ട് റെസ്റ്റും ഇതില്ലാണ്ട് ഒരിക്കലും നമ്മൾ ഗ്രോ ചെയ്യില്ല. ഈ ഇതൊക്കെ ഞാൻ കാണുന്നത്, എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ബോഡി ബിൽഡിങ്ങിൽ ഞാൻ കാണുന്നത് ഇതൊരു സെക്കൻഡറി അതെ. ആയിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ പ്രൈമറി എപ്പോഴും നമ്മളെ ഫുഡും നമ്മളെ Training, ട്രെയിനിങ്ങും തന്നെയാണ്. അതിലൊരു വ്യത്യാസമില്ല. ഈ പറയുന്ന ആൾക്കാർക്ക് എല്ലാവരും നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ നമ്മളെ കണ്ട ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ആരെങ്കിലും ആയിട്ടുണ്ടാവും, ഓ ഇത് മെഡിസിൻ ഇഞ്ചക്ഷൻ്റെ ഒരു ഇതും ഉണ്ടാവും, അതെ. ഇത് പക്ക മരുന്നടിയാണെന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ കാണാം. എഫേർട്ടിനെ കുറിച്ച് എഫേർട്ടിനെ അറിയാം. കുറിച്ചിട്ട് ആരും പറയില്ല. ഇത് അങ്ങനെ പറയുന്ന ആൾക്കാർക്കുള്ള ഒരു മെസ്സേജാണ്, ഈ പറയുന്ന എല്ലാ മരുന്നുകളും നിരത്തി വെച്ച് തരാം, ഇത് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വീട്ടിലിരിക്കുകയെ അല്ലെങ്കിൽ പോയിട്ട് ട്രെയിൻ ചെയ്യുക, എന്ത് വേണം ചെയ്തിട്ട് നമ്മളെ ഒരു ചെറിയൊരു നമ്മളെ അടുത്തേക്കൊന്ന് എത്തി തന്നാൽ നമ്മളതിന് നിങ്ങൾ പറയുന്ന മാതിരി നമ്മൾ കേൾക്കും. ഡോസേജ് എന്ന് പറയാം എങ്ങനെയായിരുന്നു ഇപ്പോൾ വീക്കിലി ഇപ്പോൾ ഈ സീസണിൽ, അത് ഈ 2022 വന്നപ്പോൾ അത്ര ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിക്കണില്ല, ഓ എങ്കിൽ ഇത് പോലും ഈ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ ഓഫ് സീസണിലെ മെഡിസിൻ എന്തൊക്കെയായിരുന്നു, ആ. സീസണിലോട്ട് കിടന്നപ്പോൾ അങ്ങനെ ഒന്ന് പറയാമോ? ഓ ഓഫ് സീസണിൽ ഞാൻ എന്തായാലും GH എന്തായാലും ചെറിയ ഡോസിൽ GH എന്തായാലും ഞാൻ വെക്കും. എത്ര ഡോസ് എന്ന് പറയുമ്പോൾ? ഒരു 4IU ഏ. GH എന്തായാലും വെക്കും. അതും ഞാൻ ഫാർമ ഗ്രേഡ് അല്ലാണ്ട് വേറെ ചെയ്യൂല, നല്ല കമ്പനി തന്നെ ചെയ്യുള്ളൂ. പിന്നെ ഓഫ് സീസണിൽ പ്രിമോബോളും പിന്നെ ടെസ്റ്റാനാന്തേറ്റോ അല്ലെ സൈപ്പോണേറ്റ്, ഈ ഒരു കോമ്പിനേഷനാണ് അധികവും ഞാൻ യൂസ് ചെയ്യുക. പിന്നെ ഡെക്കാഡോറബോൾ ഓഫ് സീസണിലും GH ഉണ്ടാവും, GH ത്രൂ 100% ഉണ്ടാവും. ആ. ഓഫ് സീസണിൽ വരുന്ന ടെസ്റ്റോസ്റ്ററോണും അല്ലെങ്കിൽ ബോൾഡ് അതെങ്ങനെയായിരുന്നു വീക്കിലി എടുത്തിരുന്ന ഡോസേജ്? ബോൾഡ് ഇല്ല, ഞാൻ ഇതന്നെ പ്രിമോബോളും ഡെക്കാഡോറബോളിന് ഒരു 200 mg ഞാൻ എന്തായാലും വീക്കിലി, അത് നമ്മൾ Weekly. ജോയിൻറ്റ് സപ്പോർട്ട്സിനും ഇതിനും വേണ്ടിയിട്ടാണ്. പിന്നെ ടെസ്റ്റോസ്റ്ററോൺ എന്തായാലും 500 to 750 mg ആണ് ഞാൻ മാക്സിമം പോയിട്ടുള്ളത്. അതിൻ്റെ മേലോട്ടേക്ക് എന്തായാലും ഇല്ല. ഞാൻ മൊത്തത്തിൽ എൻ്റെ വീക്കിലി വീക്ക്ലി മൊത്തത്തിൽ എൻ്റെ ഇതിൻ്റെ മെഡിസിൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 gram മാക്സിമം എടുക്കലേ ഉള്ളൂ എല്ലാം കൂടെ. അതിൽ ടാബ്ലറ്റ് ഫോം ഭയങ്കര കുറവായിരിക്കും, അധികം ഇഞ്ചെക്റ്റബിൾ ഇഞ്ചെക്റ്റബിൾ ആയിരിക്കും, ഓറൽ കുറവായി. ഓറൽ കുറവാണ്. അപ്പോൾ അതിൽ പ്രിമോബോൾ ആണെങ്കിൽ ഒരു 500 to 600 വീക്കിലി വീക്ക്ലി പോകും. പ്രിമോബോൾ നമ്മൾ ആ ഡോസ് എടുത്താലേ നമുക്ക് ആവശ്യത്തിനുള്ള, പ്രത്യേകിച്ച് ഒന്നാമത് പ്രിമോബോൾ ഇവിടെ നല്ല സാധനം ഇല്ല, അവൈലബിൾ അല്ല. അധികവും പ്രിമോബോൾ എന്ന് പറയുന്നത് വരുന്ന ഇത് അധികവും ബോൾഡും അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ തന്നെയാണ് അധികം വരുന്നത്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ അധികവും ഞാൻ എടുക്കുക ഫാർമഗ്രേഡ് ടെസ്റ്റോസ്റ്ററോണാണ് എടുക്കുക. അത് സീസൺ ആയാലും ഓഫ് സീസൺ ആയാലും ഞാൻ കട്ടിങ് ഫേസിന് വേണ്ടിയിട്ട് പ്രൊപ്പനേറ്റിലേക്ക് മാറുക അങ്ങനത്തെ പരിപാടിയല്ല. എനിക്ക് പെയിൻ ഇല്ലാണ്ട് നമുക്ക് സ്വെല്ലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സേഫ് ആയിട്ടുള്ള നല്ല കമ്പനി നോക്കിയിട്ട് ഞാൻ ഈ കോമ്പറ്റീഷൻ ഫീൽഡിലേക്ക് രണ്ടാമത് വരുന്നതിൻ്റെ മുന്നേ, അതായത് ഞാൻ പറഞ്ഞില്ല ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന സമയത്ത് തന്നെ ഞാൻ കുറേ കമ്പനി സാധനം ഇത് വാങ്ങി നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് എനിക്ക് പെയിൻ ഇല്ലാണ്ട് ഉള്ളത്, അത് പിന്നെ അത് മാത്രമേ ഞാൻ ഇന്നും അന്നും ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ അതും ഏറ്റവും ഹൈ ക്വാളിറ്റി നമ്മളെ ശരീരത്തിലേക്ക് ചെയ്യുന്നതാണ്, അതെ. ഫോറിൻ ബോഡിയാണ്. അപ്പോൾ ഈ സാധനം നമ്മളതിനകത്ത് ഒരു 100 രൂപയ്ക്കോ ഒരു 500 രൂപയ്ക്കോ വില പേശിയിട്ടുള്ള ഒരു സംഭവമല്ല. ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് സാധനം എന്താ അതേ ചെയ്യുള്ളൂ. രണ്ടാമത്തെ തിരിച്ചുവരവിൽ 2022 പിന്നെ മത്സരിക്കുന്നത്, ആ സമയത്ത് വർക്കൗട്ട് റുട്ടീനൊക്കെ എങ്ങനെയായിരുന്നു? വർക്കൗട്ട് റുട്ടീന് പണ്ടുള്ളതെന്ന് എന്തായാലും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. പണ്ടത്തെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി എന്ന് തന്നെ പറയാം, ഏത് റുട്ടീനിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നത്. ഒരു 17 കൊല്ലം മുന്നേ ഉള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഒരു കിൻഡർ ഗാർഡനിൽ എന്നെ ഇട്ട അതെ, ഫീലാണ്. base. ബേസ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതെങ്ങനെ തുടങ്ങാമെന്നുള്ളത് നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്ന മാതിരി നമ്മൾ ഒരു ചെറിയൊരു ഷെഡ്യൂൾ ഇട്ട് നമ്മൾ ഡെയിലി, അതായത് 7 ഡേയ്സും പുഷ് ചെയ്ത് നോക്കി, അതിൽ റിക്കവർ ആവുന്നുണ്ടോ നോക്കി. റിക്കവറി ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും നമ്മൾ ഗ്രോ ചെയ്യില്ല. ഒന്നാമത് എൻ്റെ ഒരു ഏജ് ഫാക്ടർ അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജോയിൻസിൻ്റെ സ്ട്രെയിനും എല്ലാം കണക്കിലെടുത്തിട്ട് നമ്മൾ ചെറിയ രീതിയിൽ 7 ഡേയ്സ് പുഷ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ആവുന്നില്ല, ജോയിൻറ്റിൻ്റെ സ്ട്രെയിൻ ഭയങ്കരമായിട്ട് കൂടുക എന്നല്ലാണ്ട്. പിന്നെ അത് 6 ഡേയ്സ് ആക്കി, പിന്നെ അതും പറ്റാണ്ട് പിന്നെ 2 ടൈംസ് പുഷ് ചെയ്ത് നോക്കി, അതായത് ഒരു മസിൽ രാവിലെ ഒരു മസിൽ 3 ഡേയ്സ് ഫുള്ള് തീർന്ന രീതി. അങ്ങനെ. അപ്പോൾ അത് നോക്കിയപ്പോഴും എനിക്കത് സ്ട്രെയിൻ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ 5 ദിവസത്തെ വർക്കൗട്ട് Workout. പ്ലാനിലേക്ക് മാറി. അത് 2 ദിവസം റെസ്റ്റ് വരും,
മൂന്ന് ദിവസം ദിവസം വർക്കൗട്ട്, ഒരു സോഫ്റ്റ്, വീണ്ടും 2 ദിവസം 2 ദിവസം വർക്കൗട്ട്, ഒരു സോഫ്റ്റ്. അതാണ് ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതിലിപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ചെസ്റ്റ് ട്രൈസെപ്സ് ഒക്കെ ചെയ്യുമല്ലോ, അങ്ങനെ എന്തെങ്കിലും മസിൽസ്? പുഷ് പുൾ ലെഗ് ചില സീസണിൽ ഒരു 2 മാസമൊക്കെ പുഷ് പുൾ ലെഗ് ചെയ്യും. ഓഫ് സീസൺ ആയിരുന്നു. ഓഫ് സീസണിൽ പുഷ് പുൾ ലെഗ് ചെയ്യുന്ന സമയത്ത് അത് എൻ്റെ പുഷ് മസിൽസിൽ, അതായത് ചെസ്റ്റും ട്രൈസെപ്സും ഡെൽറ്റോയിഡും അങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്യും. അതിൽ തന്നെ സെക്കൻഡ് ഷെഡ്യൂൾ, അതായത് അപ്പർ ബോഡി 2 പ്രാവശ്യം പുഷ് ചെയ്യും. നെക്സ്റ്റ് ഇതിൽ വരുന്ന സമയത്ത് ഡെൽറ്റോയിഡ് ഫോക്കസ്ഡ് പുഷ് ആയിരിക്കും വരിക. മറ്റേ കുറച്ച് ചെസ്റ്റിന് ഒരു വർക്കൗട്ടും ഡെൽറ്റോയിഡിന് കൂടുതലും, ആംസിന് അവിടെ, അതായത് ട്രൈസെപ്സിന് ഒരു 1-2 വർക്കൗട്ട്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. ഒന്ന് അതായത് ചെസ്റ്റ് ഫോക്കസ്ഡ് പുഷും ഡെൽറ്റോയിഡ് ഫോക്കസ്ഡ് ഡേയ്സിൽ ഓരോന്നിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അങ്ങനെയാണ് പുഷും പുള്ളുമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് ലെഗിന് ഒറ്റ ദിവസം. എനിക്ക് ലെഗിന് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു 10 ദിവസം എടുക്കും റിക്കവർ. അപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് ലെഗ് വർക്കൗട്ട് ചെയ്യുള്ളൂ. ഈ പൊതുവെ നമ്മൾ അന്നൊക്കെ ചെയ്തിരുന്നുണ്ട്, ഇന്നൊക്കെ കുറേ ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട്. അന്നൊക്കെ നമുക്ക് ഹൈ റെപ്പിറ്റേഷൻ ചെയ്യണ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് കോമ്പറ്റീഷൻ്റെ ആ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം റെപ്പിറ്റേഷൻ ചെയ്യിക്കും നമ്മളെ കൊണ്ട് എല്ലാ വർക്കൗട്ടും. എൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം എൻ്റെ മുട്ടൊക്കെ പോയത് അതിനകത്താണ്. കാരണം അന്നൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു അവയർനെസ് ഒന്നും എവിടെ നിന്ന് കിട്ടണില്ലല്ലോ. നമുക്ക് അന്നത്തെ പരിമിതികൾ കൊണ്ട് നമുക്ക് ആ പരിമിതി വെച്ച് പറഞ്ഞ നമ്മുടെ കോച്ചസ് പറഞ്ഞ നമ്മൾ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, അതൊരു തെറ്റായിട്ടുള്ള രീതിയാണെന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്. പക്ഷെ നമ്മൾ നോർമലി പുഷ് ചെയ്യുന്ന പോലെ തന്നെ പുഷ് ചെയ്യാം കോമ്പറ്റീഷൻ്റെ ടൈമിലും അതേപോലെ തന്നെ. അപ്പോൾ നമുക്കത് മസിൽ ലോസ് വരാണ്ട് ഹെൽപ്പ് ചെയ്യും. പ്രോപ്പർ ഫുഡും പ്രോപ്പറായിട്ട് നമ്മളെ PEDസും നമ്മളത് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ മസിൽ ലോസ് ഇല്ലാണ്ട് നമുക്ക് സ്റ്റേജിൽ കയറാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ഇതാക്കിയിട്ട് എന്താണ്, ചെറിയ റെപ്പിറ്റേഷൻ റേഞ്ചിന്, വലിയ റെപ്പിറ്റേഷൻ റേഞ്ച് ചെറിയ വെയിറ്റ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ മസിൽസ് ഒരിക്കലും നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു സ്റ്റൈലിൽ എന്തായാലും അങ്ങനെ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തുകയാണെങ്കിൽ തന്നെ അത് ഓഫ് സീസണിലേ ചെയ്യുള്ളൂ. ഹൈ റെപ്പിറ്റേഷൻ പോവുക അത് നല്ലതാണ്. അപ്പോൾ അത് ഒരിക്കലും മോശമായിട്ടുള്ള ട്രെയിനിങ് അല്ല. പക്ഷെ അതിന് ട്രെയിനിങ് ഓരോ സമയത്ത് അതിൻ്റെതായിട്ട് നോക്കിയിട്ട് ചെയ്യും. ഈ ഡയറ്റിനെ കുറിച്ചൊന്ന് പറയാം. ഓഫ് സീസൺ എൻ്റെ ഇപ്പോൾ പ്രസൻറ്റ് ഞാൻ പോകുന്ന 6 മീൽസ് ആണ് എൻ്റെത് പോകുന്നത്. അത് ഞാൻ 8 മീൽ വരെ പോയിട്ടുണ്ട്. അപ്പോൾ 8 അല്ല, കോമ്പറ്റീഷൻ്റെ നമ്മളെ പ്രെപ്പിൻ്റെ, അതായത് കാർബ് ലോഡിങ് സമയത്ത് ഒരു 15 മീൽ വരെ പോയ കോമ്പറ്റീഷൻ്റെ കാർബ് ലോഡിങ്ങിലെ. അല്ലാണ്ടുള്ള ഞാൻ ഇപ്പോഴത്തെ ഇതിൽ 6 മീലാണ് ഞാൻ എടുക്കുന്നത്. ഓഫ് സീസണിൽ 6 മീൽസാണ് എടുക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് മീൽ വരുന്നത് ഒരു 150 ഗ്രാംസ് വൈറ്റ് ബ്രെഡ്, പിന്നെ ഒരു 3 റൈസ് കേക്ക്സ്, പിന്നെ ഒരു കുറച്ച് ഹണി, പിന്നെ ഒരു സ്കൂപ്പ് വേ, പിന്നെ ഒരു 3 ഹോൾ എഗ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് മീൽ. അപ്പോൾ ഞാൻ സ്വതവേ എല്ലാവരും ബ്രൗൺ ബ്രെഡും ഇങ്ങനത്തെ ഈ ഓട്സ് ഇതിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ വൈറ്റ് ബ്രെഡിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ശരീരത്തിന് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്ന കാർബേ നമുക്ക് എപ്പോഴും സൂട്ടാവുള്ളൂ. പിന്നെ ഞാൻ ബ്ലോട്ടിംഗ് ഒന്നും വരാണ്ട് നോക്കുന്നതും, പിന്നെ ഓഫ് സീസണിൽ ഞാൻ എടുക്കുന്ന കാർബ് തന്നെയാണ്. എമൗണ്ടിൽ മാറ്റം വരും എന്നല്ലാണ്ട് സീസണിൽ ഞാൻ അതേ കാർബേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. എന്താ വെച്ചാൽ നമ്മളെ ബോഡി അതായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇതിലെൻ്റെ സെക്കൻഡ് മീൽ വരുന്നത് റൈസാണ്. റൈസ് ഒരു 350 ഗ്രാംസ് റൈസ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു 200 ഗ്രാം ചിക്കൻ, പിന്നെ കുറച്ച് വെജീസ്. അത് കഴിഞ്ഞാൽ തേർഡ് മീൽ അതേപോലെ തന്നെ ഒരു 300 ഗ്രാംസ് റൈസ്, ഒരു 200 ഗ്രാംസ് ചിക്കൻ, പിന്നെ ഒരു ലാർജ് ബനാന. അതേതായാലും ഗ്രീൻ ആയാലും ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ എൻ്റെ വർക്കൗട്ട് ടൈമാണ്. ഞാൻ ഉച്ചയ്ക്കാണ് വർക്കൗട്ട് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടം ഉച്ചയ്ക്ക് വർക്കൗട്ട് ചെയ്യാനാണ്. അതായത് ഒരു 3 കാർബ് മീൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ എനർജി ലെവലും നമുക്ക് പുഷ് ചെയ്യാനും ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഒക്കെ നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ പുഷ് ചെയ്യുമ്പോൾ പമ്പിലൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞാൽ എൻ്റെ പോസ്റ്റ് വർക്കൗട്ട് മീൽ വരുന്നത് പിന്നെയും ഞാൻ കഴിക്കുന്നത് റൈസ് തന്നെയാണ്. വൈറ്റ് റൈസ്, ബനാന ഗ്രീൻ ബനാന ആയിരിക്കും ആ സമയത്ത് കഴിക്കുക. പിന്നെ ഹോൾ എഗ് എടുക്കും, വേ. ഇതെൻ്റെ പോസ്റ്റ് വർക്കൗട്ട് മീലാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഞാൻ വർക്കൗട്ടിൻ്റെ ഇടയിൽ ഒരു കാർബ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻട്രാ വർക്കൗട്ടായിട്ട് കുറച്ച് EAA കാർബ് പൗഡറും ക്രീം ഓഫ് റൈസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെ പത്തിരി പൊടിയില്ലേ,
അതന്നെ ഫോറിനേഴ്സ് പറയുമ്പോൾ അത് ക്രീം ഓഫ് റൈസും ഇന്ന സംഗതിയാവും. നമ്മൾ ഇവിടെ നോർമലി നമുക്ക് കിട്ടുന്ന സാധനം തന്നെയാണ്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യലുണ്ട്. അത് ഇൻട്രാ വർക്കൗട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അത് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ കാലറി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഡയറ്റാണ് കേട്ടോ. എൻ്റെത് കേട്ടിട്ട് മറ്റുള്ളവർ ചെയ്തതിനെ കൊണ്ട് ആ റിസൾട്ട് അവർക്ക് അതെ അതെ കിട്ടിപ്പോകണമെന്നില്ല. അതെ. ഇത് ഒരു മീൽ എടുത്തതിന് ശേഷം എത്ര മണിക്കൂർ കഴിയും അടുത്ത മീൽ? അത് നമ്മളെ പേർപ്പസ് പോലെ ഉണ്ടാവും. അതായത് കോമ്പറ്റീഷൻ അടുത്ത് നമുക്ക് മീൽ എണ്ണം കൂട്ടണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് മെറ്റബോളിസം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ചിലപ്പോൾ ഒരു 2 hours ഗ്യാപ്പിലെടുക്കും. ഇപ്പോൾ പോകുന്നത് 3 hours 3 hours ഗ്യാപ്പിലാണ്. അതായത് 6 digestion മീലാക്കിയത്. അത് വലിയ മീലുകളാണ് എല്ലാം വരുന്നത്, ലാർജ് മീലാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഫിഫ്ത്ത് മീൽ ഫിഫ്ത്ത് വരുന്നത് പിന്നെയും വൈറ്റ് ബ്രെഡ്, എഗ്ഗ്, ചിക്കൻ. ഇതാണ് എൻ്റെ ഫിഫ്ത്ത് മീൽ. പിന്നെ അതിൽ കുറച്ച് നട്ട്സ് ഉണ്ടാവും, ഒരു 30 grams നട്ട്സും പിന്നെ കുറച്ച് റേസിൻസ് വരും, ഒരു 30 grams റേസിൻസ് വരും. പിന്നെ സിക്സ്ത്ത് മീൽ ഇതേപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഒരു 350 grams സ്വീറ്റ് പൊട്ടാറ്റോ. അതിൻ്റെ കൂടെ ഇതേപോലെ ചിക്കനോ ബീഫോ ഫിഷോ എന്തെങ്കിലും. മീറ്റ് എന്തായാലും ഓഫ് സീസണിൽ ഞാൻ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ബീഫോ ചിക്കനോ മീനോ ഏത് വേണമെങ്കിലും. ഇപ്പോൾ ചീറ്റ് മീലൊക്കെ എടുക്കാറുണ്ടോ? ചീറ്റ് മീൽ ലെഗ് ഡേൻ്റെ ലെഗ് ഡേ എന്താണ് കൂടുതൽ ഇഷ്ടമുള്ള? ഇല്ല അങ്ങനെ സത്യം പറഞ്ഞാൽ മധുരം ഭയങ്കര ഇഷ്ടമാണ്. മധുരം അധികം ബോഡി ബിൽഡേഴ്സിനും ഇഷ്ടമായിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ സ്വീറ്റ് ഭയങ്കര ക്രേവിംഗ് ആണ് എനിക്ക്. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ട് സത്യം പറഞ്ഞാൽ സ്വീറ്റ്സ് വരെ കഴിക്കാറില്ല. ഞാൻ ഓഫ് സീസണും പക്ക സീസൺ പോലെ തന്നെ കൊണ്ട് നടക്കും. അപ്പോൾ ചീറ്റ് മീലിൽ ഇപ്പോൾ അധികം മന്തി പിന്നെ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും അതേ എടുക്കലുള്ളൂ. മാക്സിമം എൻ്റെ ചീറ്റ് എന്ന് പറഞ്ഞാൽ അതാ. അത് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് വീക്ക്ലി അങ്ങനെ? ചില ഒരു ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ഒരു 2 കൊല്ലം ലെഗ് ഡേ ബ്രേക്ക് എൻ്റെ ആണ്. അടുത്ത് പറഞ്ഞു 10 ദിവസം 10 അങ്ങനെ ദിവസം ഉണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ എടുക്കുള്ളൂ. ലെഗ് ഡേ അങ്ങനെ എടുക്കുക. ഇപ്പോൾ പിന്നെ ഈ വരുന്ന ഇതിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കാനുള്ളൊരു പ്ലാനാണ്. അതായത് ഹാംസ്ട്രിങ്സ് വേറെ അതെ കോർസ് അതെ വേറെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കും. 2 ദിവസമായിട്ട് 2 ദിവസമായിട്ട്. ഫ്രണ്ടും ബാക്കും ആ അപ്പോൾ അത് കോട്ടൈസെപ്സും ചെയ്യുമ്പോൾ ഹാംസ്ട്രിങ്. 2 ലെഗ് ഡേയും ഒരു ചീറ്റ് മീൽ എടുക്കും. അപ്പോൾ അതിനിടയിൽ ഞാൻ വിട്ടുപോയൊരു ചോദ്യം, 2006 തൊട്ടിട്ട് 2022 വരെയുള്ള ഗ്യാപ്പിൽ ആ ബോഡി എങ്ങനെയായിരുന്നു? ഇത് ഫാറ്റ് പെർസെൻറ്റേജ് അങ്ങനെ ഭയങ്കര സൈസ് ഉണ്ടായിരുന്നോ ഇല്ല അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞു പോയോ? ഒരിക്കലും എനിക്ക് മനസ്സിൽ പണ്ടേ ഞാൻ ഒരിക്കലും എന്നെ തടിച്ച് വീർത്തിട്ട് ഇന്നേ വരെ ഒരു ആളും എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ എനിക്കിഷ്ടേ അല്ല. ഞാൻ എത്ര പ്രായമായാലും എത്ര എന്തായാലും എപ്പോഴും വയറ് ചാടാണ്ടെയും ആക്കാണ്ട് എപ്പോഴും ഞാൻ നോക്കും. ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു. മസിൽസായിട്ട് കണ്ടാൽ പിടിച്ചാൽ ബൈസെപ്സ് കുറച്ചുണ്ടാവും, അല്ലാണ്ടുള്ള എല്ലാ മസിലും എൻ്റെ പോയതാണ്. എന്നാലും ഫുഡ് ഞാൻ കഴിക്കുമായിരുന്നു കേട്ടോ. ഫുഡ് അത്യാവശ്യം എന്തായാലും ഒരു 3 നേരം ഇറച്ചി മീനും എന്തായാലും ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ പിന്നെ പ്രോട്ടീൻ്റെ കുറവ് എന്തായാലും വന്നിട്ട് മൊത്തത്തിൽ അങ്ങനെ പോയിട്ടില്ല. എന്നാലും പക്ഷേ എൻ്റെ എന്താ പറയുക മസിൽ മെമ്മറി അതെ അതുണ്ടല്ലോ അത്രയും വർഷം നന്നായിട്ടുണ്ട്. ചെയ്തൊരു അതാണ് എക്സ്പീരിയൻസ്. ആ ഒരു ഇതിലും പിന്നെ നമ്മളൊരു കോൺഫിഡൻസും എൻ്റെ വിൽ പവറിനെ കൊണ്ടുമാണ് ഞാൻ തിരിച്ചു വന്നത്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആ സമയത്ത് നമുക്ക് ഞാനതിൽ സ്റ്റെറോയിഡ്സിൻ്റെ ഇതിൽ നമ്മൾ മെഡിസിൻ യൂസ് ചെയ്തതിൽ ഒരെണ്ണം വിട്ടുപോയിട്ടു. നമ്മൾ 2006 ഈ പെപ്റ്റൈഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല GH ഉണ്ടായിരുന്നു എങ്കിലും പലർക്കും അത് അറിയില്ലായിരുന്നു. അവൈലബിലിറ്റി വളരെ കുറവാണ്. അതെ ഈ GHൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പെപ്റ്റൈഡ്സ് യൂസ് ചെയ്തിരുന്നു? GHൻ്റെ കൂടെ അതായത് നിങ്ങളുടെ സൈക്കിളിൻ്റെ കൂടെ? ആ ഇല്ല. ഞാൻ ഇൻസുലിനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയിരുന്നു. ഇൻസുലിൻ ചെയ്ത് നോക്കിയിട്ട് എനിക്കത് വലിയൊരു റിസൾട്ട് ഇല്ലായ്മല്ല. എനിക്കത് ഒന്നും എൻ്റെ ഷുഗർ ഡൗൺ ആയി പോകുന്ന ഒരു ഫീല് വരുന്ന പോലെ തോന്നി. പിന്നെ പുഷിന് ഞാൻ വല്ലാണ്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വേർക്കുന്ന ഫീലും എനിക്ക് മാനസികമായിട്ട് അതിനോട് പൊരുത്തപ്പെടാൻ നമുക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. അതിനെക്കൊണ്ട് നമുക്ക് ഗ്രോത്ത് യൂസ് ചെയ്യില്ല. ഒരിക്കലും യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പെപ്റ്റൈഡ്സ് ഒക്കെ ഞാൻ മാറ്റി വെച്ചതാണ്. അങ്ങനത്തെ അത് ഒന്നും ചെയ്ത സമയത്ത് ബോഡിയിൽ വന്ന മാറ്റം, വെയിറ്റ് ഗെയിനിങ്ങോ എത്ര? ഒരു മാസം ചെയ്തു അല്ലെങ്കിൽ 1 വീക്കിൽ ചെയ്ത് നിർത്തി? ഇല്ല, ഒരു 2 weeks ചെയ്തിട്ട് ഞാൻ ചെയ്തു. വിട്ടാളഞ്ഞ. അന്നേരം എനിക്ക് ഫുഡിന്റെ ഇൻടേക്ക് ഒക്കെ കൂടി ഭയങ്കരമായിട്ട് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഉറപ്പായിട്ടും ചെയ്യും അത്. പക്ഷെ അത് നോക്കിയും കണ്ടും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടിലേക്കേ പോവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കി വെക്കുന്നതാണ് നല്ലത്. പിന്നെ യൂസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ മെറ്റ്ഫോമിൻ പോലത്തെ, അതായത് പെട്ടെന്ന് നമ്മളെ ഇൻസുലിൻ ചെയ്യുന്ന മാതിരിത്തെ ഒരു സംഭവമല്ല. അപ്പോൾ ഇൻസുലിൻ ചെയ്താൽ നമുക്ക് സ്പോട്ടിൽ നമുക്ക് ഫാസ്റ്റ് ആക്ടിങ് ആയിരിക്കും. മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന സാധനം സ്ലോ ആക്ടിങ് ആയിരിക്കും.
അപ്പോൾ എങ്കിൽ പോലും സ്ലോ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അതല്ല മറ്റേനേക്കാൾ കുറച്ച് റിസ്ക്. കാരണം ഷോർട്ട് 4 hours ആണ് സാധാരണ നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓക്കെ ആയിരിക്കും. ലോങ് ആകുമ്പോഴത്തേക്കും നമുക്ക് ലോങ് ആക്ട് എപ്പോഴും നമ്മളെപ്പോഴും അതിനെ നോക്കിക്കൊണ്ടിരിക്കണം. ഏത് സമയത്താണ് പറയണതെന്ന് പറയാൻ പറ്റില്ല. അതെ, പക്ഷേ മെറ്റ്ഫോമിൻ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് ചെയ്തിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഒരു ക്ഷീണോ അല്ലെങ്കിൽ അതിൽ ചെറിയ ഡോസ് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, ഡൈജഷൻ നമ്മളെ ഗട്ട് ഹെൽത്തിനും എല്ലാത്തിനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. IGF എല്ലാം യൂസ് ചെയ്യില്ല. ഇല്ല, അങ്ങനത്തെ ഒരു സംഗതിയിലേക്കേ ഞാൻ പോയിട്ടില്ല. വീട്ടിൽ ഇത് മാത്രം. സപ്ലിമെന്റ്സ് ഏതൊക്കെ യൂസ് ചെയ്യുന്നത്? സപ്ലിമെൻറ്റ്സ് വേ യൂസ് ചെയ്യും, ക്രിയേറ്റിൻ, ഗ്ലൂട്ടാമിൻ, പിന്നെ EAA. എത്ര ഗ്രാം? ക്രിയേറ്റിൻ ഒരു 10 grams ആണ് ഞാൻ എടുക്കുക. ക്രിയേറ്റിൻ 2 split ആയിട്ട്, അത് ബിഫോർ വർക്കൗട്ട്? ഒന്ന് വർക്കൗട്ടിന് മുന്നേ, പിന്നെ ഒന്ന് ഇൻട്രാ വർക്കൗട്ട് എടുക്കും. പിന്നെ ഗ്ലൂട്ടാമിൻ നൈറ്റിലെടുക്കുക, ഒരു 10 grams 10 grams. ഗ്ലൂട്ടാമിൻ എടുക്കും. പിന്നെ വേ ഞാൻ യൂസ് ചെയ്യൽ വളരെ കുറവാണ്. വേ ഞാൻ അധികവും അതായത് ചിക്കനും നമ്മളെ ഫിഷൊന്നും ഫുഡിൽ ഫുഡ് എന്നുള്ളത് തന്നെയാണ് എടുക്കുക. ഒന്നാമത് വേ നമുക്ക് കിട്ടുന്നത് നല്ലതാണോ അതെ. എന്താന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ 100% നമുക്ക് കിട്ടാവുന്നതുള്ളത് നമ്മളെ നാച്ചുറൽ ഫുഡാണ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നമ്മൾ വേറൊരു ഇതിലേക്ക് പോകുന്നത് ശരിയല്ല എന്നുള്ളൊരു തീരുമാനമാണ് ഞാൻ എടുത്ത പേഴ്സണലി ഉള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേ ഒരു ആവശ്യത്തിന് യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഒരു സ്കൂപ്പോ 2 സ്കൂപ്പ് മാക്സിമം. വേനായിട്ട് നമ്മൾ അതായിട്ട് അതിനെക്കൊണ്ട് റിസൾട്ട് കിട്ടണം എന്നുള്ളൊരു സാധനം ഞാൻ ചെയ്യല്ല. പിന്നെ വേറെ സപ്ലിമെന്റ്സ് വരുന്നത് നമ്മൾ ഈ വൈറ്റമിൻസ് എടുക്കും, എല്ലാ വൈറ്റമിൻസും എടുക്കും. അതായത് വൈറ്റമിൻ ഡി, മൾട്ടി വൈറ്റമിൻ എടുക്കും, വൈറ്റമിൻ സി എടുക്കും, മഗ്നീഷ്യം, പിന്നെ സിങ്ക് എടുക്കും. പിന്നെ വേറെ എന്താ ഒമേഗ 3, പിന്നെന്താ ആയിട്ട് ഗ്ലൂട്ടാത്തിയോൺ അങ്ങനെ എന്തെങ്കിലും ഗ്ലൂട്ടാത്തിയോൺ ഒരു സീസൺ വിട്ട് കഴിഞ്ഞാൽ എടുക്കും സമയത്ത് ചെയ്യും. സൈക്കിളിൽ ചെയ്യാറുണ്ട്. സൈക്കിളിൽ ഈ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ സീസണിൽ ചെയ്തിരുന്നു. പക്ഷെ നല്ലതാണ് കേട്ടോ ഗ്ലൂട്ടാത്തിയോൺ ചെയ്യുന്നത്. ടാബ്ലറ്റ് ഫോമോ എന്താണെങ്കിലും ഗ്ലൂട്ടാത്തിയോൺ നമ്മൾ റിക്കവറി, എനിക്ക് തോന്നുന്നില്ല അത്ര റിസൾട്ട് ഉണ്ട്. ഇഞ്ചക്ഷനാണ് ഫാസ്റ്റ്, ബെറ്റർ, നല്ല നമുക്ക് റിക്കവറിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക്, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ചെയ്യാം. ഇതുണ്ടല്ലോ ഇപ്പോൾ കോമ്പറ്റീഷൻ ഇത്ര ഗ്യാപ്പ് ഇട്ടല്ലോ, അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവില്ല എൻ്റെ കാർബോ ലോഡിങ്. ഞാനൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഒത്തിരി ഓപ്പൺ കേരള ഉണ്ടായിരുന്നു. ഞാൻ മിസ്റ്റർ ഇന്ത്യക്ക് പോണതിന് മുന്നേ ഒരു പരീക്ഷണം പോലെ ഞാൻ ഓരോ ഓപ്പൺ കേരള വരുമ്പോൾ കാപ്സ് ഇങ്ങനെ ലോഡ് ചെയ്യും, കാപ്സ് ഇന്നത് മാറ്റി ലോഡ് ചെയ്യാറൊക്കെ ഉണ്ട്. ഒരു പരീക്ഷണം പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ട്? കാരണം അതിന് മുന്നേ ഞാൻ കേട്ടിട്ടില്ല. സുമേഷ് സാവു ചെയ്തിരുന്നു. ഞാൻ കാണുന്നത് എനിക്കൊന്ന് മിസ്റ്റർ കാലിക്കറ്റ് കഴിഞ്ഞിട്ട് അതെനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കാണുന്നത് മിസ്റ്റർ കേരള. അപ്പോൾ അതിന് മുന്നേ കാർബോ ലോഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ ബ്ലോട്ടിങ് ഉണ്ടാകുമോ, വാട്ടർ കൺട്രോള്, അതൊക്കെ ഒന്ന് പറയാം. ലാസ്റ്റ് ആ പീക്ക് ടൈമിൽ നമ്മളെ പീക്ക് ടൈം ഞാൻ ഓൾറെഡി എൻ്റെ കോമ്പറ്റീഷൻ്റെ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മുന്നേ ഞാൻ കോമ്പറ്റീഷന് പ്രിപ്പയർഡ് ആയിരിക്കും. പീക്ക് ഫോമിലായിരിക്കും. പിന്നെ എൻ്റെ കാർബ് ലോഡിംഗ് ഒക്കെ ഓൾറെഡി നമ്മൾ ഓഫ് സീസണിൽ തന്നെ ഞാൻ ചെയ്തുകൊണ്ട് വരുന്ന കാർബ് ഈ ഓഫ് സീസണിൽ എത്ര, ഞാനത് ചോദിക്കാൻ വിട്ടു, എത്ര ഗ്രാം പ്രോട്ടീൻ, ടോട്ടൽ കാർബ്സ്, ടോട്ടൽ ഫാറ്റ് എന്ന് പറയാമോ? ടോട്ടൽ ഒരു 320 ഗ്രാം പ്രോട്ടീൻ വരെ. 320 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബോഡി വെയിറ്റിന്റെ എത്ര ഉണ്ടാവും? ബോഡി വെയിറ്റ് ഓഫ് സീസൺ എത്ര വരെ കയറി? ഓഫ് സീസണിൽ ഞാൻ അധികം അങ്ങനെ വല്ലാണ്ട് ബോഡി വെയിറ്റ് കയറി പോകാൻ മാക്സിമം 104, 106 വരെ ഞാൻ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ഇൻറ്റു 3 ഒക്കെ അല്ലേ പ്രോട്ടീൻ? അത് 1 ഗ്രാമിന് 1 kg 3 ഗ്രാം പ്രോട്ടീൻ. പിന്നെ വരുന്നത് നമ്മളെ കാബ്സ് പിന്നെ നമ്മളെ ഒരു പ്രോട്ടീൻ ഒരു 300 വരുമ്പോഴത്തേക്കും കാപ്സ് ഈക്വലോ അല്ലെങ്കിൽ കാബ്സ് എന്തായാലും കുറച്ച് മേലെ 500-600 വരും. കാബ്സ് എന്തായാലും അങ്ങനെ എടുക്കുള്ളൂ. പിന്നെ എൻ്റെ ബോഡിക്ക് കാർബ് നിർബന്ധമാണ്. ഭയങ്കര ഷ്രിങ്കായി പോകുന്ന ടൈപ്പാണ്. കാർബ് ഒത്തിരി കുറച്ച് വെച്ചാൽ തന്നെ ഞാൻ വീക്കായി പോകും. അപ്പോൾ എൻ്റെ പുഷ് വീക്കാവും മൊത്തത്തിൽ. അപ്പോൾ കാബ്സ് അങ്ങനെ വല്ലാണ്ട് എൻ്റെ ഫുഡിൽ നിന്ന് അങ്ങനെ ഒഴിവാക്കി വെക്കില്ല. അതുകൊണ്ട് തന്നെ ഓഫ് സീസൺ ക്ലീനായിട്ട് ഞാൻ കൊണ്ടുപോകും. എനിക്ക് ആ ബുദ്ധിമുട്ട് വരരുത്, കാബ്സ് നമുക്ക് കുറയ്ക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരരുത് വെച്ചിട്ട്. ഓഫ് സീസണിൽ അതേ കാബ്സ് തന്നെ ആയിരിക്കും ലാസ്റ്റ് വരെ. അപ്പോൾ ഈ ഫാറ്റ് ബേണിങ് അത് നമ്മൾ കട്ടിങ് ഒക്കെ എങ്ങനെയായിരിക്കും വരാം സ്റ്റേജിൽ? നമ്മൾ അതായത് ഒരു 3 മാസം മുന്നേ നമ്മളിപ്പോൾ
സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും 6 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യും. 6 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കാർബും പ്രോട്ടീനും സൈക്കിൾ ചെയ്യും. ഓക്കെ ഓക്കെ അതായത് ഹൈ ഡേ ഉണ്ടാവും, മീഡിയം ഡേ ഉണ്ടാവും, ലോ ഡേ ഉണ്ടാവും. ഓക്കെ. ഹൈ കാർബ് ലോ ഹൈ കാർബ്, കാർബ് ലോ അല്ലേ? കാർബ്, ആ മീഡിയം. ഇപ്പോൾ ഒരു 4 വീക്സ് ആണെങ്കിൽ ഹൈ കാർബ്സ് ഉണ്ടാവും അല്ലേ? അങ്ങനല്ല, അങ്ങനല്ലേ? എൻ്റെ 5 ദിവസം 5 ഡയറ്റ്. ഓ അങ്ങനെ 5 ദിവസം. അത് 5 ഒരു വർക്കൗട്ടിന് ദിവസം ഹൈ ആണെങ്കിൽ ഒരു ദിവസം ലോ. ദിവസമല്ലോ. അതായത് ലോ കാർബ് വരുന്ന ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആംസ് മാത്രം വരുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര കാർബ്സ് വേണം. കാർബ്സ് വേണ്ട. അപ്പോൾ ആ ഒരു ദിവസം ലോ കാർബ് ആയിരിക്കും. പിന്നെ റെസ്റ്റ് ഡേ ലോ കാർബ് ആയിരിക്കും. ലോ കാർബ്സ് ആയിരിക്കും. ലെഗ് പിന്നെ ഒക്കെ ആണെങ്കിൽ ഹൈ ഹൈ കാർബ്സ്. കാർബ് പോവും, ബാക്കിൻ്റെ ഡേ ഹൈ കാർബ് പോവും. പിന്നെ ബാക്കി എല്ലാ ദിവസവും മീഡിയം കാർബ്, ചെസ്റ്റ് ഡെൽറ്റോയിഡ് ഇതിനൊക്കെ മീഡിയം കാർബ് കൊടുക്കും. റെസ്റ്റ് ഡേ പക്കാ ലോ. ഇങ്ങനെയാണ് മെയിൻറ്റെയിൻ മെയിൻറ്റെയിൻ ചെയ്യാം. ചെയ്യുന്നത്. വോളിയം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത് പറ്റും. നമ്മൾ ചില സമയത്ത് കാർബ് ഹൈ ആയിട്ട് പ്രോട്ടീൻ സൈക്കിൾ ചെയ്യും, പ്രോട്ടീൻ കുറയ്ക്കും, ആ കാർബ് അവിടെ വെച്ചും കൊണ്ട് രണ്ടും സൈക്കിൾ ചെയ്യും. ഇതാണ് പ്ലാൻ. കുറേ കാലമായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. competition പിന്നെ ചെയ്യണം. കോമ്പറ്റീഷൻ തന്നെ നമ്മളെ ലോഡിങ് സ്റ്റൈൽ തന്നെ ചിലപ്പോൾ മാറ്റും. ഓരോ കോമ്പറ്റീഷനും നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഫാറ്റ് ലോഡ് ചെയ്യും, ചിലപ്പോൾ കാർബ് ഹൈ കാർബ് ആയിരിക്കും, പ്രോട്ടീൻ തീരെ അല്ലാണ്ട് ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്റ്റേജിൽ അത് പ്രോട്ടീൻ ഇല്ലാതെ പ്രോട്ടീൻ ഇല്ലാണ്ട് കാർബ് കാർബ്സ് മാത്രം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. മെയിൻറ്റെയിൻ ചെയ്യും. കാർബ് സീറോ മാത്രമായിട്ട് പ്രോട്ടീനിലോട്ട് പോകും. സീറോ പ്രോട്ടീനിലേക്ക് പോയിട്ട് കാർബ്, അതായത് നമ്മളെ കോമ്പറ്റീഷൻ്റെ അന്നത്തെ അല്ലെങ്കിൽ തലേദിവസത്തെ ഓ കാര്യമാട്ടോ. ഓക്കെ. അതായത് അന്ന് കാർബ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രോട്ടീൻ പ്രോട്ടീൻ ഒഴിവാക്കി വെക്കും, ആവശ്യമില്ല. അത് പക്ഷേ പ്രോട്ടീൻ എടുത്ത സമയങ്ങളും ഉണ്ട്. ഓരോ സ്റ്റേജിൽ ഓരോ പോലെയാണ്. അതായത് ദിവസത്തെ നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട്. പിന്നെ ആദ്യമേ നമ്മൾ സെറ്റായി നിൽക്കുന്നതിനോണ്ട് വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതെ, കാരണം ഏതാണ്ട് ഒരു 20 ദിവസം മുന്നൊക്കെ ബോഡി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാണ്ട് സ്റ്റേജിൽ കയറാൻ നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിരിക്കും. നമുക്ക് ആകെ ഒരു 10 മിനിറ്റാണ് സ്റ്റേജിൽ. സ്റ്റേജിൽ കിട്ടുന്നത്. ആ സമയം നമ്മൾ Maximum വീക്കായിട്ട് perform ചെയ്യാൻ നിൽക്കരുത് എന്നുള്ള ഒരു ഇതിനെ കൊണ്ട്, ഫുഡിനെ കൊണ്ട് വീക്കാവുന്ന ഒരു ഇത് പാടില്ലെന്ന്. പിന്നെ നമ്മളെ അവിടുത്തെ അന്തരീക്ഷം പോലെയാണ്. നമുക്കിവിടെ ഒരു AC ഹോളോ ഇതൊന്നും ഇല്ലാത്ത ഇതല്ലേ. നമുക്ക് അധികം വളരെ കുറഞ്ഞ ആദ്യമായിട്ടായിരിക്കും ഇപ്രാവശ്യം മിസ്റ്റർ കേരള ഒരു AC ഹോളിൽ നടന്നത്. ഓഡിറ്റോറിയത്തിൽ നടക്കും. അപ്പോൾ നമുക്ക് അധികവും നമ്മൾ എന്താണ് എക്സോസ്റ്റഡ് ആവുന്നതും ഇതിനെ കൊണ്ടൊക്കെ. ഒന്ന് ക്രൗഡ് നല്ലോണം ഉണ്ടാവും, ഓക്സിജൻ്റെ കുറവുണ്ടാവും ഹോളിൽ, പിന്നെ വെന്റിലേഷൻ ഇല്ലാത്ത ഹോളായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് ക്ഷീണിക്കാന്നല്ലാണ്ട് എനിക്ക് ഒരിക്കലും ഞാൻ കാർബോ വെള്ളത്തിൻ്റെ കാര്യം ചോദിച്ചില്ലേ, വെള്ളം ഞാൻ നിർത്തൽ തന്നെ ഇല്ല. അതെ. അപ്പോൾ ഡ്യൂററ്റിക്സ് ഇപ്പോൾ പൊതുവെ ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ലാസിക്സ് അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഡ്യൂററ്റിക്സ്. അതിനെക്കുറിച്ച് എന്താ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ 2004 ഒരു പ്രാവശ്യം ഞാൻ ഇത് കോമ്പറ്റ് ചെയ്യുന്ന സമയത്ത് 2004 ഞാൻ ജൂനിയർ ആയിരുന്നപ്പോൾ ഞാൻ സീനിയർ മത്സരിക്കാൻ ഭയങ്കര പ്രഷറുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡ്യൂററ്റിക്സ് യൂസ് ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന സമയമാണ്. എനിക്കത് എന്താണെന്നൊന്നും അന്നും അറിയില്ല. അന്ന് എനിക്ക് കോച്ച് പറയും. അപ്പോൾ അന്ന് രാവിലെ ഒരു പ്രാവശ്യം ഒരു ഇഞ്ചക്ഷൻ, ലാസിക്സ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ചെയ്ത്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം രാത്രിയാണ് കോമ്പറ്റീഷൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ പിന്നെയും ഈ ഒരു ഡോസ് ചെയ്ത് എനിക്ക് സ്റ്റേജിലെത്തിയിട്ട് എനിക്ക് നിൽക്കാനാവുന്നില്ല, കണ്ണ് കാണുന്നില്ല, ഇതാവുന്നില്ല, ഒക്കെ പാടെ തല ചുറ്റുക. എൻ്റെ പ്രിപ്പറേഷനിൽ ഒരു ഫാറ്റ് ബേണർ യൂസ് ചെയ്യില്ല, ഞാൻ ഡ്യൂററ്റിക്സ് യൂസ് ചെയ്യില്ല, ഞാൻ തോന്നുന്നു വെള്ളം നിർത്തും. ഫാറ്റ് ബർണർ എന്ന് ഉദ്ദേശിച്ച പെട്രോൾ മുതൽ ഒരു സാധനം T3 യൂസ് T3 യൂസ് ചെയ്യും. T3 യൂസ് ചെയ്യും. അത് നമ്മളെ ഹോർമോൺ ആക്ടിവേറ്റ് ചെയ്യുന്ന ഇതല്ലേ. അല്ലാണ്ട് ഉള്ള ഈ ഫാറ്റ് ബേണിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ T3 നമ്മൾ ഫാറ്റ് ബർണിങ് യൂസ് ചെയ്യാൻ. പെട്രോൾ ഇല്ല, പെട്രോൾ ഇല്ല, നമുക്ക് ക്ഷീണം വരും, ഫ്രാഗ്മെന്റോ ഒന്നുമില്ല, ഫ്രാഗ്മെന്റ് ഇല്ല, ഒന്നും ചെയ്യില്ല. നമ്മൾ ഡയറ്റിൽ തന്നെയാണ് ഞാൻ എൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതും. പിന്നെ വെള്ളം നിർത്തുന്നതിൽ എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല. എന്താ വെച്ചാൽ വെള്ളം വേണം, വെള്ളം ബോഡിക്ക് വേണം. ഞാൻ 7 ലിറ്റർ വരെ വെള്ളം ഞാൻ കോമ്പറ്റീഷൻ്റെ അന്ന് കുടിച്ചിട്ടുണ്ട്, കുടിക്കലും ഉണ്ട്. ബോഡിയിൽ നിന്ന് പുറത്തോട്ടേക്ക് വെള്ളം വരുമല്ലോ, കാരണം നമ്മളെപ്പോഴും ഭയങ്കര പീക്കായിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ പൊതുവെ നേരത്തെ കൺട്രോൾ ചെയ്തിട്ടാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വെയിറ്റ് കാറ്റഗറിയാണ്. അതെ അതെ, അതിനെന്തായാലും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും വെള്ളമൊക്കെ ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്ന സ്റ്റേജിൽ കയറുന്നവരെ അത്രയും ലോഡ് ചെയ്യുമ്പോൾ അത് പുറത്തോട്ടേക്ക് വന്ന മസ്കുലാരിറ്റിനെ, കാരണം നമ്മൾ ആ ഡ്രൈനെസ് ആണല്ലോ, വിസിബിലിറ്റി വേണം, ഭയങ്കര ഡ്രൈനെസ് ആയിരിക്കണം, പീക്കായിരിക്കണം, മസിലിൻ്റെ വോളിയം പ്രൊപ്പോർഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ അത്രയും വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കൂലേ? അല്ല, അതിൽ ചെറിയൊരു എന്താ വെച്ചാൽ എൻ്റെ ബോഡിക്ക് എന്തായാലും വെള്ളം നിർബന്ധമാണ്. അപ്പോൾ ഞാൻ വെള്ളം ആദ്യമേ ഞാൻ ഒരു 6-7 ലിറ്റർ വെള്ളം ഞാൻ ഓഫ് സീസണിലും എപ്പോഴും കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സംഭവമാണ്. പിന്നെ ഈ വെള്ളം കൊണ്ട് ഒരിക്കലും നമുക്ക് സ്റ്റേജിൽ ആ ലുക്ക് കിട്ടാണ്ട് നിൽക്കില്ല. എൻ്റെ പേഴ്സണലി ഉള്ള എൻ്റെ അനുഭവം, പിന്നെ ഞാൻ ചെയ്ത് ഇത്രയും കാലം എന്നെ സ്റ്റേജിൽ കണ്ടതെല്ലാം
വെള്ളം കുടിച്ചിട്ടുള്ള എന്നെ തന്നെ എല്ലാവരും കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ എനിക്ക് ഡ്രൈനെസ്സിന് കുറവോ എനിക്ക് വാട്ടർ പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയോ ഈ സോഡിയം കൺട്രോളൊക്കെ എങ്ങനെയാണ് സോഡിയം കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ കൺട്രോളേ ചെയ്യുള്ളൂ, ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നിർത്തൂല. നിർത്തിയത്? പിന്നെ നമ്മളെ സ്റ്റൈലിൽ ഞാൻ ചെയ്തുകൊണ്ട് വരുന്ന സ്റ്റൈലിൽ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഏത് ഇതാണോ മിനറലാണോ നമ്മളെ ബോഡിയിൽ നിന്ന് പോകുന്നത്, അതായത് നമ്മളിപ്പോൾ കട്ടിങ് ടൈമിൽ നമ്മൾ ലാസ്റ്റിലേക്ക് നമ്മൾ എന്തായാലും കുറച്ച് മിനറൽസ് നമ്മൾ വലിച്ചു വെക്കുമല്ലോ. അപ്പോൾ ബോഡിയിൽ നിന്ന് ഏത് മിനറലാണ് നമുക്ക് ഷോർട്ട് വരുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഇതേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ ബൈ ചാൻസ് നമ്മളിപ്പോൾ സോഡിയം കുറച്ച് വെക്കുകയാണെങ്കിൽ കുറക്കേ ഉള്ളൂ, അത് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ക്രാമ്പോ എന്തെങ്കിലും വരികയാണെങ്കിൽ സ്പോട്ടിൽ സോഡിയം കൊടുത്താൽ അത് റെഡി ആവുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു കൺട്രോളിങ് ഞാൻ ചെയ്യുള്ളൂ. പിന്നെ ഈ മിനറൽസ് ഇല്ലാണ്ട് പിന്നെ വെള്ളം ഇല്ലാണ്ട് മസിലിന് ഫുൾനെസ് ഒരിക്കലും നമുക്ക് കിട്ടില്ല, പിന്നെ കാർബ് ലോഡാവില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും വെള്ളം ഉണ്ടെങ്കിൽ നല്ല ഫുൾനെസ് ഉണ്ടാവും ബോഡിക്ക്. സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് വെള്ളം ഞാൻ കണ്ടായിരുന്നു കയ്യിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുമ്പോൾ ശരിക്കും ഒരു നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. പക്ഷേ അത് സ്വതവേ നമ്മൾ കംപ്ലീറ്റ്ലി ഞാനൊരു 5% താഴെ കണ്ടീഷൻ എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാവുക. പിന്നെ കോമ്പറ്റീഷൻ്റെ അന്ന് മാത്രം നമ്മൾ കഴിക്കുന്ന വെള്ളം ആവശ്യത്തിന് മാത്രം ഇങ്ങനെ കുടിച്ചു കൊടുക്കാന്നല്ലാണ്ട് വെറുതെ നമ്മൾ വെള്ളം കുടിക്കാന്നല്ല. ഞാൻ ബോഡിയിൽ ഔട്ട് ചെയ്യുന്ന രീതിയിലോട്ടേക്കുള്ള ഇൻടേക്ക് ഉണ്ടാവില്ല. അതെ അല്ല, വെള്ളം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നതിൽ എനിക്കൊരു ഞാൻ അതിലേക്ക് യോജിക്കുകയില്ല. ഞാൻ പ്രായം ചോദിക്കട്ടെ, എത്ര വയസ്സായി? വിരമിക്കാൻ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.